ഞാനിപ്പോ നിന്നെ കൊല്ലാൻ പോവാടാ. മരിച്ചത് എന്റെ അച്ഛനാ, മരിച്ചത് എന്റെ അച്ഛനാ. നിങ്ങളെല്ലാം ചേർന്ന് അങ്ങനെ കൊന്നില്ലടാ. നിന്നെ ഞാനിന്ന് വെറുതെ വിടില്ലടാ. അവൻ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. ഞാൻ അവരെ വെറുതെ വിടില്ല. എല്ലാവരെയും വെട്ടിക്കൂട്ടും. നിനക്ക് വേണ്ടി ഞാൻ അവരെല്ലാം വെട്ടി കണ്ടാക്കും. നിങ്ങൾ ലുപ്പോങ്ങി നഗറിലുള്ള ജനങ്ങളെ നോക്കൂ, ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ധവാന്റെ കുടുംബത്തെ എതിർത്ത് ആരെങ്കിലും തീർച്ചയായിട്ടും നിന്നേ മതിയാകൂ. കാരണം 2 കുടുംബത്തിലുള്ള മുതിർന്നവരെല്ലാം മരിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഞങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത് സർ? നിങ്ങൾ എല്ലാവരും ഇവിടെ യാതൊരുവിധ കുറ്റങ്ങളും നടക്കാതെ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതിയാകും. അതുപോലെ സിറ്റിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി അങ്ങോട്ട് ഒരു പ്രശ്നവും ഉണ്ടാവാതെ നോക്കാം സർ. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്ന വളരെയധികം സന്തോഷമാണ്. യെസ് സർ. യെസ് സർ. താങ്ക് യു. ഈ മുക്താർ എന്താ ഇങ്ങനെ? ബൈ, എനിക്കെന്തോ ചെറിയൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുക്താർ അവൻ വല്ലാതെ വളർന്നിരിക്കുന്നു. റാസ്കൽ. മുക്താർ, രജൻ, വിജയവും പിന്നെ തോൽവിയും രാഷ്ട്രീയത്തിൽ അങ്ങനെ 2 വിധം കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയത്തിൽ തോൽവി സമ്മതിക്കുന്നത്. പുല്ല് വെട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുല്ല് പറിച്ചെറിയണം. അതിനുശേഷം ആ പുല്ല് വീണ്ടും വീണ്ടും വളർന്നു വരും. ബൈ, അവനൊരു റോസ് കൊടുക്ക. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുക്താർ എന്ന് നോക്കട്ടെ. വറോഹയ്ക്ക് ഫോൺ ചെയ്യേ. സാറേ, താരു. പറ. വറയ്യ, അസ്സലാം അലൈക്കും. വാലൈക്കും അസ്സലാം. ദയാൻ ഹരി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അപമാനവും നാണക്കേടും ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ എന്റെ കൂടെ കുടിക്കൂ. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള വിജയം പരാജയമൊക്കെ ഉണ്ടാവും. പരാജയത്തിന്റെ വഴി കൂടെ പോയാൽ മാത്രമേ നമുക്ക് വിജയത്തിന്റെ വഴി കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് അവനെ തീരെ അങ്ങോട്ട് ചെറുതായി കാണണ്ട കേട്ടോ സാറേ. പിന്നെ ഈ കാര്യം നമ്മൾ ഓർത്താൻ നന്ന്. പിന്നെ ഈ പാഠം നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. തിരിച്ചു നോക്കിയാൽ വളരെയധികം ബുദ്ധിമുട്ടും. അതുകൊണ്ട് വേണ്ട. ഇതിന്റെ പ്രത്യാഘാതം എത്ര വലുതാണെങ്കിലും ശരി, എന്തായാലും ഈ യുദ്ധത്തിന് ഞാൻ തയ്യാറാണ്. എന്നാ ശരി, അത് ഞാൻ നോക്കിക്കോളാം. താങ്ക് യു വെരി മച്ച്. ബൈ. അസ്സലാം വലൈക്കും. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഒരു പ്രശ്നം അങ്ങോട്ട് തീരുന്ന സമയത്ത് അടുത്ത പ്രശ്നം അങ്ങ് താനെ വന്നോളും സാറേ. രാജ്ഗർ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 12 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ മറ്റൊരു വലിയ സംഭവം നടന്നിരുന്നു. ഗുലാബിന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു ദിവസം വന്ന് കണ്ടിരുന്നു. അതെ കിളവി, എവിടെ നിന്റെ മരുമോൻ? നിങ്ങളൊക്കെ ആരാ? എന്തിനാ എങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞങ്ങളും നിനക്ക് മരുമോനെ പോലെ തന്നെയാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? ചങ്ക് പറിച്ചിട്ട് പോലെ അയാൾ വന്നത്. അച്ഛാ, 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 അമ്മേ. ഒരു ചെറിയ പയ്യൻ എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? പറ്റുമല്ലോ മിത്തബായി. ആക്ച്വലി ദിവസങ്ങൾ കഴിയുന്തോറും കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. എങ്ങനെയെങ്കിലും ഇത് നമുക്ക് കൺട്രോൾ ചെയ്തേ മതിയാകൂ. എനിക്ക് തോന്നുന്നത് അവന്റെ ഉള്ളിൽ വല്ല പ്രേതവും കേറിയിട്ടുണ്ടോന്നാ. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല മിത്തബായി. ഒരു പെണ്ണായാലും ആണായാലും വേറൊരാളോടൊപ്പം ചേരുമ്പോ മാതാപിതാക്കൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്റെ സുഹൃത്ത് അവന്റെ കുട്ടിയെ വളരെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നേ. രത്നയ്ക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ മോളെ, നീ ഇങ്ങനെ കരയല്ലേ. അവനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഈ കാര്യത്തിലൊക്കെ അവൻ വളരെ നല്ലവനായിരുന്നു. അതുകൊണ്ടാ അവൻ ഇവളെ അവന്റെ അനിയനായ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്ത്? രത്നമോളെ കല്യാണം കഴിക്കാനോ? രത്നമോടെ സ്വപ്നം എല്ലാം നിറവേറണം. നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും മോളെ, ദൈവാനുഗ്രഹം ഉണ്ടാകും. അനുഗ്രഹം. വാലേക്കും അസ്സലാം. നന്നായി വരും, നന്നായി വരും. അനുഗ്രഹിക്കട്ടെ. ഇരിക്കവിടെ, ഇരുന്നട്ടെ. സന്തോഷമായില്ലേ? സന്തോഷമായോ? അതെ ബൈ, ഓർമ്മയുണ്ട്. ഞാൻ ആ ഗെയിം വീണ്ടും ഒന്ന് ആരംഭിക്കാൻ പോവാണ്. ഈ ഇലക്ഷനിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. ഒരുപക്ഷെ അത് അവളാണെങ്കിൽ എന്റെ മകന്റെ ഭാര്യയാണ്. വാ, പാർട്ടി ഓഫീസിലേക്ക് പോവാം.